പുതിയതായിട്ട് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ. പുതിയതായിട്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങുന്നതിന് മുമ്പ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഫ്രിഡ്ജിന്റെ സ്റ്റാർ റേറ്റിംഗ് ആണ്. എപ്പോഴും 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷൻ നിങ്ങൾക്ക് വളരെ കുറവായിരിക്കും. 5 സ്റ്റാർ റേറ്റിംഗിലേക്കൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു ആനുവൽ വർഷത്തിലേക്ക് 131 യൂണിറ്റ് ആണ് കറണ്ട് കൺസ്യൂം ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ഫ്രിഡ്ജ് എടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതിന്റെ സ്റ്റാർ റേറ്റിംഗിൽ 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഫ്രിഡ്ജ് വാങ്ങാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് ഒരു നല്ല ബ്രാൻഡ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. LG, സാംസങ്, വേൾപൂൾ, വോൾട്ടാസ്, അതുപോലെ തന്നെ ഹെയർ, ഇത്തരത്തിലുള്ള മെയിൻ അറിയപ്പെടുന്ന ബ്രാൻഡുകൾ വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആഫ്റ്ററിൽ നമുക്ക് ഇതിന് സർവീസ് സപ്പോർട്ടും കൂടി കിട്ടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രാൻഡ് തന്നെ സെലക്ട് ചെയ്യണം. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്പേസ് നിങ്ങളുടെ ഫ്രിഡ്ജിൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ ഫ്രിഡ്ജുകളിൽ നമുക്കൊരു 180 ലിറ്റർ തൊട്ട് ഏകദേശം 220 ലിറ്റർ വരെ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ ഒരു എല്ലാ ബ്രാൻഡുകളിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള സ്പേസ് അനുസരിച്ചുള്ള ഫ്രിഡ്ജുകൾ സെലക്ട് ചെയ്യാം. നാലാമതായിട്ട് സിംഗിൾ ഡോർ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്രീസറിനുള്ളിൽ ഐസ് ഫോം ആവും. അത് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഡീഫ്രോസ്റ്റ് തന്നെ ചെയ്യണം. ഇത് ഡബിൾ ഡോറിലേക്ക് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഫ്രീസറിനുള്ളിൽ ഐസ് കട്ടപിടിക്കില്ല. ഇതാണ് സിംഗിൾ ഡോറും ഡബിൾ ഡോറും തമ്മിലുള്ള വ്യത്യാസം വരാം. അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് തന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട് ഇത്തരത്തിൽ ഡിസൈൻ ഉള്ള ഫ്രിഡ്ജുകളും അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷിംഗ് വരുന്ന ഫ്രിഡ്ജുകൾ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. കൂടുതലും നല്ലത് സ്റ്റീൽ ഫിനിഷിംഗ് ഉള്ള ഫ്രിഡ്ജുകൾ എടുക്കുന്നതാണ് കുറച്ചും കൂടി ഫ്രിഡ്ജുകൾക്ക് ബെറ്റർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റീൽ ഫിനിഷിംഗിലേക്ക് വരുമ്പോൾ അതിന് കളർ ഫെയ്ഡ് ഒന്നും വരില്ല. ഇത്തരത്തിൽ ഡിസൈൻ വരുമ്പോൾ ഒരുപാട് നാളൊക്കെ കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റം നമുക്ക് ഇതിന് സംഭവിക്കാം. അപ്പൊ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ കൂടുതലും സ്റ്റീൽ ഫിനിഷിംഗ് ഉള്ള ഫ്രിഡ്ജ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് പല ടൈപ്പുള്ള ബോഡി ക്വാളിറ്റി വരുന്നുണ്ട്. ഗ്ലോസി ഫിനിഷിംഗ് വരുന്നുണ്ട്, കുറച്ചും കൂടി മാറ്റ് ഫിനിഷിംഗ് വരുന്നുണ്ട്. മാറ്റ് ഫിനിഷിംഗ് ഉള്ള ബോഡിയുള്ള ഫ്രിഡ്ജുകളാണെങ്കിൽ പെട്ടെന്ന് റസ്റ്റ് കയറില്ല. നേരെ മറിച്ച് ഗ്ലോസ് ഫിനിഷിംഗ് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഈർപ്പം വരുന്നതോട് കൂടി തന്നെ അതിൽ റസ്റ്റ് കയറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഫ്രിഡ്ജുകൾ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് അതിന്റെ കോയിൽസ് വരുന്ന ഫ്രിഡ്ജുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ഇതിന് ഓവർ ആയിട്ടുള്ള ഹീറ്റ് കാര്യങ്ങളൊന്നും ഫ്രിഡ്ജ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ വരില്ല. നേരെ മറിച്ച് ബാക്ക് സൈഡ് കൺസീൽഡ് ചെയ്തിട്ട് വരുന്ന ഫ്രിഡ്ജുകളിലും നമ്മൾ സിംഗിൾ ഡോറിൽ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത് മൂലം ഇതിന്റെ സിംഗിൾ ഡോറിന്റെ രണ്ട് സൈഡിലും നമുക്ക് നല്ല രീതിയിലുള്ള ചൂട് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ നമുക്ക് മഴക്കാല സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഹ്യൂമിഡിറ്റി ഉണ്ടാവും. ഇതൊരു ഫ്രിഡ്ജിന്റെ കംപ്ലൈന്റ് അല്ല, കോമൺ ആയിട്ട് അത് കൺസീൽഡ് ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിന് വരുന്ന ഒരു ഫാക്ട് ആണ്. സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ എല്ലാ മോഡൽസിനും നമുക്ക് ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിലുള്ള മോഡലും ഹാൻഡിൽ ഫ്രീ മോഡൽ സിംഗിൾ ഡോറുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ സ്റ്റെബിലൈസർ അഡീഷണൽ വാങ്ങി വെക്കുന്നത് തന്നെയാണ് ഒരു ഫ്രിഡ്ജിനെ സംബന്ധിച്ച് സേഫ് എന്ന് പറയുന്നത്. ഒരു ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു സ്റ്റെബിലൈസർ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റെബിലിറ്റി തന്നെയാണ് ഫ്രിഡ്ജിന് സംഭവിക്കുക. പെട്ടെന്നുള്ള കംപ്ലൈൻസ് ഒക്കെ ഫ്രിഡ്ജിന് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇടിമിന്നൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫ്രിഡ്ജിന്റെ നമുക്ക് പ്ലഗ് പോയിന്റ് ഊരിടുന്നത് തന്നെയാണ് ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഏതൊരു ഫ്രിഡ്ജിനെ സംബന്ധിച്ചും അതിന് അഡീഷണൽ സേഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രിഡ്ജ് വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ചെമ്മരിനോട് ചേർത്ത് ഇടാതെ ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിടുന്നത് സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളെ സംബന്ധിച്ച് കുറച്ചും കൂടി സേഫ് ആൻഡ് സെക്യൂർ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും